നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നത് മാതൃകാ പുരുഷോത്തമൻ എന്നാണ്. ഇന്ന് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയും പുണർദ്ധം നക്ഷത്രവും ഒത്തുചേരുന്ന ദിനം. ത്രേതായുഗത്തിലെ ഈ ദിനത്തിലാണ് അയോധ്യയിൽ ശ്രീരാമൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിനം രാമനവമി എന്നറിയപ്പെടുന്നത്. സന്ധ്യാനാമം ജപിക്കുക എന്നതിന് സന്ധ്യയ്ക്ക് ഈശ്വരനാമം ജപിക്കുക എന്നതാണ് അർത്ഥമെങ്കിലും കേരളക്കരയിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ സന്ധ്യയായാൽ രാമനാമം ജപിക്കണം എന്നാണ് പറയാറുള്ളത്. അതായത് സന്ധ്യാനാമങ്ങളിൽ രാമനാമജപമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എന്നർത്ഥം. ഏതായാലും കേൾക്കാം സന്ധ്യാനാമം. രാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. രാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. നവകഞ്ചലോചന കഞ്ചമോഖ കരകഞ്ച പദകഞ്ചാരുണം. നവകഞ്ചലോചന കഞ്ചമോഖ കരകഞ്ച പദകഞ്ചാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. രാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. കന്ദർപ്പ അഗണിതാമിത ചവിനവ നീലനീരദ സുന്ദരം. കന്ദർപ്പ അഗണിതാമിത ചവിനവ നീലനീരദ സുന്ദരം. പടപീതമാനഹും തടിതരുചി സുചിനമ്മി ജനകസുതാവരം. പടപീതമാനഹു തടിതരുചി ശുചിനമ്മി ജനകസുതാവരം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. രാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. ഭജുദീനബന്ധു ദിനേശദാനവ ദൈത്യവംശനികന്ദനം. ഭജുദീനബന്ധു ദിനേശദാനവ ദൈത്യവംശനികന്ദനം. രഘുനന്ദാനന്ദകന്ദ കൗശലചന്ദ ദശരഥനന്ദനം. രഘുനന്ദാനന്ദകന്ദ കൗശലചന്ദ ദശരഥനന്ദനം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം. ഇതി വദത തുളസീദാസ ശങ്കര
ശേഷമുനി മനരഞ്ജനം മമ ഹൃദയ കുഞ്ചനിവാസകരി കാമാദിഖലദലഗഞ്ജനം ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവഭയദാരുണം ശ്രീരാമചന്ദ്ര രഘുരാമചന്ദ്ര കൃപാലു ഭജമന ഹരണ ഭവ ഭയദാരുണം. തൃശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് വില്വാദ്രിനാഥ ക്ഷേത്രം. ഐതിഹ്യ സമ്പന്നമായ ഈ ക്ഷേത്രത്തെക്കുറിച്ചും വില്വാദ്രിനാഥനെക്കുറിച്ചും കൂടുതൽ അറിയാം ഇന്നത്തെ കഥയമമയിലൂടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ രാമനവമി ആശംസകൾ നേരുന്നു. ഭഗവാൻ പ്രഭു ശ്രീരാമചന്ദ്രന്റെ നാമം സ്മരിക്കുന്ന മാത്രയിൽ തന്നെ സകല പാപങ്ങളും നമ്മളെ വിട്ടൊഴിയുന്നു എന്നാണ് സങ്കല്പം. ഇന്ന് രാമനവമിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷാൽ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ വില്വാദ്രിനാഥൻ്റെ കഥയാണ് ഇന്നത്തെ കഥയമമയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വില്വാദ്രിനാഥൻ സാക്ഷാൽ ശ്രീരാമസ്വാമി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് അല്പസമയം നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഭക്തി പുരസരം തിരിക്കാം. നോക്കൂ, ആത്യന്തികമായിട്ട് നിരവധിയായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളുള്ള ഭൂമിയാണ് കേരളം. ഈ കേരളം സൃഷ്ടിച്ചത് തന്നെ ആത്യന്തികമായിട്ട് ഒരു വൈഷ്ണവ മൂർത്തിയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. സാക്ഷാൽ പരശുരാമൻ. ആ പരശുരാമൻ്റെ തന്നെ കൈകൾ കൊണ്ട് പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു ദിവ്യ സങ്കേതമാണ് ആത്യന്തികമായിട്ട് വില്വാദ്രിനാഥൻ എന്ന് മനസ്സിലാക്കണം. ആ കഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടത്. ഒരാൾ കശ്യപ മഹർഷിയുടെ പുത്രനായിട്ടുള്ള ആമലകൻ എന്ന് പറയുന്ന സന്യാസിയാണ്. രണ്ടാമത്തെ ആൾ സാക്ഷാൽ പരശുരാമസ്വാമി തന്നെയാണ്. ഇവർ രണ്ടുപേരും കാരണമാണ് വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രം നമുക്ക് ഈ ഭാർഗവ ക്ഷേത്രമായിട്ടുള്ള കേരളത്തിൽ ലഭിച്ചത് എന്ന് മനസ്സിലാക്കുക. ആ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നോക്കൂ, ഭഗവാൻ രാമനെ എന്നെങ്കിലും ഒരിക്കലെങ്കിലും കാണണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആമലകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുനികുമാരൻ, അദ്ദേഹം കശ്യപ മഹർഷിയുടെ മകനാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്നത്തെ വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രമുള്ള പരിസരത്ത് അവിടെയുള്ള ഒരു നദിക്കരയ്ക്ക് സമീപമായിട്ട് തപസ് ചെയ്തിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ആവശ്യം എപ്പോഴെങ്കിലും തൻ്റെ പ്രഭുവായിട്ടുള്ള ശ്രീരാമൻ്റെ ആ ദിവ്യ ദർശനം ഒന്ന് ലഭിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ സദാസമയവും രാമനാമം ചൊല്ലി 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 ഒരിക്കൽ സാക്ഷാൽ ഭഗവാൻ ശ്രീരാമൻ ഭൂദേവി, ശ്രീദേവി, അനന്തൻ എന്നിവരോടുകൂടി ആമലകൻ എന്ന് വിളിക്കപ്പെടുന്ന ആ മുനികുമാരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ആമലകൻ എന്നുള്ള പേര് ആ മുനികുമാരന് വന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് ഒരു നെല്ലിക്ക മാത്രമായിരുന്നു എന്നാണ്. അതുകൊണ്ട് നെല്ലിക്ക മാത്രം ഭക്ഷിച്ചിരുന്ന മുനികുമാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ആമലകൻ എന്ന് വിളിച്ചത്. അങ്ങനെ ആമലകൻ്റെ മുമ്പിൽ സാക്ഷാൽ ഭഗവാൻ ഭൂദേവിയോടും ശ്രീദേവിയോടും അനന്തനോടും ഒപ്പം പ്രത്യക്ഷപ്പെട്ടു. ഇനി എൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ടാവുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. അങ്ങനെ സ്വയംഭൂവായിട്ട് ഒരു ശ്രീരാമ ചൈതന്യം, ഒരു ശ്രീരാമ വിഗ്രഹം അവിടെ ഉയർന്നു വന്നു. ആ ക്ഷേത്രമാണ് വില്വാദ്രിനാഥ ക്ഷേത്രമായിട്ടുള്ള സാക്ഷാൽ തിരുവില്ലാമലയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം. അവിടേക്ക് പിന്നീട് വന്നിട്ടുള്ള രണ്ടാമത്തെ വൈഷ്ണവമൂർത്തിയാണ് നമ്മൾ പിന്നീട് പോയി തൊഴുന്ന ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം. അതേ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് വരുന്നത്. അതിന് പുറകിൽ പറയുന്ന കഥ എന്തെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ പരശുരാമസ്വാമി ക്ഷത്രിയരെ മൊത്തം പലതവണ കൊന്നൊടുക്കിയതിന് ശേഷം അദ്ദേഹം സ്യമന്തക തീർത്ഥം എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ കുരുക്ഷേത്രം പോലും ആ രക്തം കൊണ്ട് നിർമ്മിച്ചതിന് ശേഷം ആ ചെയ്ത പാപങ്ങളുടെ പരിഹാരമായി തപസ് ചെയ്യാനായി കേരളത്തിലേക്ക് വന്നു എന്നാണ്. പലപ്പോഴും അദ്ദേഹത്തിന് തപസ്സിന് കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. താൻ വധിച്ച പല രാജാക്കന്മാരുടെയും ആത്മാക്കൾ അദ്ദേഹത്തെ ശല്യം ചെയ്തു എന്നാണ്. ഈ അവസ്ഥ മറികടക്കാൻ എന്താണ് ഉപായം എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി,
ഇവിടെ മഹാദേവന്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് മഹാദേവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉപായം അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെ ഇന്ന് കാണുന്ന വില്വാദ്രി പ്രദേശത്തേക്ക് പരശുരാമൻ എത്തുന്നു, മഹാദേവനെ നമസ്കരിക്കുന്നു. മഹാദേവൻ പരശുരാമന് സമ്മാനിച്ച വിഗ്രഹമാണ് ആ രണ്ടാമത്തെ വിഗ്രഹമായിട്ടുള്ള ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹമായി പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ടത്. കാലഘടന നോക്കുമ്പോൾ രണ്ടാമത്തെ വിഗ്രഹമാണ് കൂടുതൽ പഴക്കം ചെന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ആ വിഗ്രഹത്തിൽ ലക്ഷ്മണസ്വാമിയെയും ആദ്യത്തെ വിഗ്രഹത്തിൽ ശ്രീരാമസ്വാമിയെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലക്ഷ്മിയും അതുപോലെ തന്നെ ഭൂമിദേവിയും ഇരുവശങ്ങളിലായി നിൽക്കുന്ന തരത്തിൽ മധ്യഭാഗത്ത് ഭഗവാൻ സാക്ഷാൽ ശ്രീരാമസ്വാമിയായിട്ട് നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ്. ലക്ഷ്മണസ്വാമിയും ഇതുപോലെ വൈഷ്ണവ സ്വരൂപമായിട്ടുള്ളൊരു വിഗ്രഹത്തിലാണ് സാന്നിധ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാമലക്ഷ്മണന്മാരുടെ ഒരുമിച്ചിട്ടുള്ള ദർശനം, ഒപ്പം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം കൂടി ആ ക്ഷേത്രത്തിലുണ്ട്. രാമലക്ഷ്മണന്മാർക്കൊപ്പം ആഞ്ജനേയനെയും തൊഴാനുള്ള അവസരമാണ് വില്വാദ്രിനാഥനെ സന്ദർശിക്കുന്ന ഓരോ ഭക്തർക്കും കിട്ടുന്നത്. അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ സരസ്വതി കുണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന നദിക്ക് കീഴെയായിട്ട് ആമലക മഹർഷിക്ക് ഒരു സാന്നിധ്യവും പൊതുവിൽ പറഞ്ഞു പോരാറുണ്ട്. അങ്ങനെ ആമലകൻ്റെയും പരശുരാമൻ്റെയും പ്രയത്നം കൊണ്ട് നമ്മുടെ ഈ കേരളം എന്ന് വിളിക്കപ്പെടുന്ന ദിവ്യദേശത്തിന് കിട്ടിയിട്ടുള്ള അമൂല്യമായിട്ടുള്ളൊരു തീർത്ഥാടന സമ്പത്താണ് വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രം. ലക്ഷ്മണസ്വാമിയാണ് അവിടെ എന്ന് പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത് എന്നും പറയാറുണ്ട്. അതിന് പുറകിലുള്ളൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കൽ വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് നടക്കുകയായിരുന്നു എന്നാണ്. ആ സമയത്ത് ചാക്യാർ വർണ്ണിച്ചിരുന്നത് ഭഗവാൻ ശ്രീരാമൻ സേതുബന്ധനത്തിനായി വരുണൻ്റെ ആ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ഭഗവാൻ പെട്ടെന്ന് ക്രോധാകുലനായിട്ട് ലക്ഷ്മണ എവിടെയാണ് എൻ്റെ അമ്പും വില്ലും എന്ന് ചോദിക്കുന്ന ഒരു രംഗമാണ് അദ്ദേഹം വർണ്ണിച്ചിരുന്നതെന്നാണ്. ചാക്യാർ ഈ രംഗം വർണ്ണിച്ച ഉടനെ തന്നെ ലക്ഷ്മണസ്വാമിയുടേത് എന്ന് നമ്മൾ ഇന്ന് കരുതപ്പെടുന്ന ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തനിയെ തുറക്കുകയും ഇതാ ജ്യേഷ്ഠ അമ്പും വില്ലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അശരീരി കേട്ടു എന്നുമാണ്. ഭഗവാൻ ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും കൊടുക്കാനായി ലക്ഷ്മണസ്വാമി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അവിടെ ചാക്യാർ കൂത്ത് നടത്താറില്ല എന്നൊരു കഥ കൂടെ പറയാറുണ്ട്. ഒരു ചാക്യാർക്ക് ഉണ്ടായിട്ടുള്ള അപമാനത്തിൻ്റെ പേരിലാണ് അതുണ്ടായതെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഐതിഹ്യവശാൽ ലക്ഷ്മണസ്വാമിയുടെ സാന്നിധ്യം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട സമയത്ത് പിന്നീട് അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയധികം പ്രസിദ്ധിയുള്ള, ഇത്രയധികം പ്രാഗൽഭ്യമുള്ള ഒരു അമ്പലം ഒരു കേരളത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ശ്രീരാമസ്വാമിയുടെ മറ്റനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും ഈ ഭൂദേവി, ശ്രീദേവി, ലക്ഷ്മണ, ഹനുമാൻ സമേതനായിട്ടുള്ള ആ ശ്രീരാമസ്വാമിയെ കാണാൻ നമ്മൾ വില്വാദ്രിനാഥനിൽ തന്നെ വരേണ്ടതാണ്. ആ വില്വാദ്രിനാഥനെ ഈ രാമനവമിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഹരേ രാമ മന്ത്രം മുഴക്കിക്കൊണ്ട് ആരാധിക്കാം. എല്ലാവരെയും ശ്രീരാമസ്വാമി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ ദീപാരാധന കാഴ്ചയ്ക്കായി ഇനി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വരാഹം സദാഹം നമാമി, അഹം പ്രത്യഹം ത്വാം സ്മരാമി. വരാഹം സദാഹം നമാമി. ഇത് ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം. ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി വരാഹരൂപത്തിൽ അഭയമരുളുന്ന ദേവസ്ഥാനം. കേരളത്തിൽ വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായാണ് ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വരാഹമൂർത്തിയുടെ അനുഗ്രഹം ഇവിടെ പരിലസിക്കുന്നത് കൊണ്ടാവാം ഈ പ്രദേശം ശ്രീവരാഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
വൈകുണ്ഠസ്ഥിതനായ സാക്ഷാൽ മഹാവിഷ്ണു വരാഹാവതാരം എടുത്തതിനെപ്പറ്റി നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. ഭാഗവതം തൃതീയ സ്കന്ധം, ദേവീഭാഗവതം 8-9 സ്കന്ധങ്ങൾ, അഗ്നിപുരാണം 4-ാം അധ്യായം, പത്മപുരാണം ബ്രഹ്മഖണ്ഡം 91-ാം അധ്യായം എന്നിവിടങ്ങളിലാണ് വരാഹ അവതാരത്തെ പരാമർശിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പ് ശ്രീവരാഹ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. ഭൂമിയിൽ അനന്തശയനമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നതിനു മുമ്പ് ഈ ഭൂമിയെ തന്നെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന അവതാരമൂർത്തിയെ പ്രതിഷ്ഠിക്കണമെന്ന് ദേവപ്രശ്നം വിധിച്ചെന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരത്ത് മുറജപത്തിനെത്തുന്ന നമ്പൂതിരിമാരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ശ്രീവരാഹം ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. മിക്കവാറും പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ ഗ്രാമക്കാരുടെ കേന്ദ്രമായിരിക്കണം ഇവിടെയെന്ന് അനുമാനിക്കപ്പെടുന്നു. കേരളത്തിൽ ലക്ഷ്മി വരാഹ പ്രതിഷ്ഠയുള്ള മറ്റൊരു ക്ഷേത്രം പന്നിയൂരാണ്. പന്നിയൂരും ശ്രീവരാഹവും തമ്മിൽ അഭേദ്യമായ ബന്ധം കണക്കാക്കുന്നു. പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിൽ കുറ്റിപ്പുറം തൃത്താല റൂട്ടിലെ കുമ്പിടിയിലാണ് പന്നിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ശ്രീവരാഹത്തെ പോലെ പണിതീർത്തതാണ് പന്നിയൂരിലെ വിഗ്രഹവും എന്നും കണക്കാക്കപ്പെടുന്നു. ശ്രീവരാഹത്ത് പ്രതിഷ്ഠ അഭയഹസ്തമാണെങ്കിൽ പന്നിയൂരിൽ ഗദാധാരിയാണ്. ഇത് പ്രകാരം നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വരാഹമൂർത്തി പ്രതിഷ്ഠയാണ് തിരുവനന്തപുരത്തെ ശ്രീവരാഹം ക്ഷേത്രത്തിലേതെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടാമത് നിർമ്മിക്കുമ്പോൾ, മാർത്താണ്ഡ മഹാരാജ് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന് അഷ്ടബന്ധ കലശവും ചുറ്റമ്പലവും നാലമ്പലവും എല്ലാം കെട്ടി അതിനുശേഷമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുനർനിർമ്മാണം തുടങ്ങുന്നത്. ഇന്ത്യയിലെ പഴയ സങ്കല്പങ്ങളിലൊന്നാണ് വരാഹമൂർത്തി. ഗുജറാത്തിൽ കണ്ടെത്തിയ 8-ാം നൂറ്റാണ്ടിലെ വരാഹ പ്രതിഷ്ഠയിൽ വിഗ്രഹത്തിന്റെ ഇടത്തെ കാൽമുട്ടിൽ താങ്ങി നിർത്തിയ ഭൂഗോളത്തിലാണ് ഭൂമിദേവി നിൽക്കുന്നത്. ഉജ്ജയിനിയിലെ ഗുജാറ രാജാവായ പ്രതിഹര വീരഭോജൻ അറബികളെ പരാജയപ്പെടുത്തിയ ശേഷം ആദിവരാഹസ്ഥാനം തന്റെ പേരിനോടൊപ്പം ചേർത്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ ചിഹ്നം വരാഹമായിരുന്നു. വരാഹ ചിഹ്നം ഉപയോഗിച്ചതുകൊണ്ടാണ് സ്വർണ്ണ നാണയങ്ങൾ വരാഹൻ എന്നറിയപ്പെടാൻ കാരണം. ബഡാമിയിലെ ചാലൂക്യർ നിരവധി വരാഹക്ഷേത്രങ്ങൾ പണിതീർത്തിട്ടുണ്ട്. സൗരാഷ്ട്രയിലെ ദാരുകുല രാജാക്കന്മാരുടെ ചിഹ്നവും വരാഹമായിരുന്നു. വരാഹം കേരളത്തിൽ വന്നത് ഗുജറാത്തിൽ നിന്നോ സൗരാഷ്ട്രയിൽ നിന്നോ ആകാൻ സാധ്യതയുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഭൂവരാഹം, ലക്ഷ്മി വരാഹം, യജ്ഞവരാഹം, കേവലവരാഹം എന്നിവയാണ് വരാഹരൂപങ്ങളിൽ മുഖ്യമായത്. കേരളത്തിന്റെ വടക്കുള്ള പന്നിയൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാർ തെക്ക് തിരുവനന്തപുരത്തുള്ള ശ്രീവരാഹം ക്ഷേത്രത്തിൽ എത്താൻ പ്രധാനമായും പറയുന്നത് 2 ഗ്രാമക്കാർ തമ്മിലുള്ള കിടമത്സരമായിരുന്നു. പഴയ മലയാളക്കരയിലെ ശുഗപുരം ഗ്രാമക്കാരും പന്നിയൂർ ഗ്രാമക്കാരും ബദ്ധവൈരികളായിരുന്നു. ശുഗപുരം ഗ്രാമക്കാർ പന്നിയൂരിനെ തകർത്തപ്പോൾ പ്രാണരക്ഷാർത്ഥം നമ്പൂതിരിമാർ ശ്രീവരാഹത്തേക്കും വന്നിരിക്കാം എന്ന് അനുമാനിക്കപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണത്തിൽ വരാഹമൂർത്തിക്ക് ഉപദേവസ്ഥാനം മാത്രമേ നൽകാവൂ എന്നാണ് മത്സ്യപുരാണത്തിലെ വിധി. നരസിംഹത്തിനും ഇത് ബാധകമാണ്. ശ്രീവരാഹം ക്ഷേത്രത്തിൽ പ്രധാന ദേവൻ വരാഹമൂർത്തി തന്നെയാണ്. താന്ത്രിക വിധി ലംഘിക്കാതിരിക്കാനാകണം പ്രതിഷ്ഠ ലക്ഷ്മി വരാഹമൂർത്തി രൂപത്തിലാക്കിയത്. ഒറ്റശിലയിൽ നിർമ്മിച്ച വിഗ്രഹത്തിൽ ലക്ഷ്മി ദേവി വരാഹമൂർത്തിയുടെ ഇടത്തെ തുടമേലിരിക്കുന്നു. ചതുർബാഹുവായ ദേവന്റെ താഴത്തെ ഇടംകൈയ്യ് ദേവിയുടെ അരയെ ചുറ്റി ചേർത്ത് പിടിച്ചിരിക്കുന്നു. ദേവൻ മറ്റു കൈകളിൽ ശംഖും ചക്രവും അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു. ദേവിക്ക് 2 കൈകളേ ഉള്ളൂ. ഒന്നിൽ താമരപ്പൂവുണ്ട്. പൊതുവേ നമുക്കറിയാം മൂർത്തികളെല്ലാം കോപാകുലരാണ്. നരസിംഹമൂർത്തിയായാലും വരാഹമൂർത്തിയായാലും അവരുടെ ആ കോപം അകറ്റാൻ വേണ്ടിയാണ് ലക്ഷ്മി ദേവിയെ കൂടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, ഫലപ്രാപ്തിയും കിട്ടും. ആദ്യം ഫലം കിട്ടും, പിന്നെ ഫലപ്രാപ്തിയും കിട്ടും. ഈ ക്ഷേത്രം എന്ന് സ്ഥാപിക്കപ്പെട്ടു എന്നതിന് രേഖയൊന്നുമില്ല. ശങ്കുണ്ണി മേനോന്റെ തിരുവിതാംകൂർ ചരിത്രത്തിൽ വർഷപുരാണം ഈ ക്ഷേത്രത്തെപ്പറ്റി പ്രസ്താവമുണ്ടത്രേ. കലിവർഷം തുടങ്ങി 950-ാം ദിവസം ദിവാകര മുനി അനന്തശയന പ്രതിഷ്ഠ നടത്തിയെന്ന് അനന്തശയന മാഹാത്മ്യം എന്ന ഗ്രന്ഥം പ്രസ്താവിക്കുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് 5000-ൽ പരം വർഷത്തെ പഴക്കമുണ്ട്. വില്ലുമംഗലം സ്വാമികളെക്കുറിച്ചുള്ള ഐതിഹ്യപ്രകാരം
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പഴക്കം 1200 പരം വർഷമെന്ന് നിർണയിച്ച് അത്രയും പഴക്കം ഈ ക്ഷേത്രത്തിനും കൽപ്പിക്കാവുന്നതാണ്. ക്രിസ്തുബ്ദം 14-ാം നൂറ്റാണ്ടിനു മുമ്പ് എഴുതപ്പെട്ട അനന്തപുര വർണ്ണനം എന്ന മണിപ്രവാള കൃതിയിൽ പഞ്ചപാണ്ഡവരിൽ വീരനായ അർജുനൻ തിരുവനന്തപുരത്ത് വന്ന് 24 തീർത്ഥങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. അവയിലൊന്ന് വരാഹതീർത്ഥമാണ്. കൃതിയിൽ ക്ഷേത്രത്തിന്റെ സൂചനയുമുണ്ട്. ക്ഷേത്രത്തിനു മുന്നിൽ 6 ഏക്കറോളം വിസ്താരത്തിൽ കിടക്കുന്ന കുളമാണ് അർജുനൻ നിർമ്മിച്ച വരാഹതീർത്ഥം. തനിച്ച് 1 കൊല്ലം തീർത്ഥാടനം നടത്തിയ കാലത്തോ മറ്റു പാണ്ഡവരോടും പാഞ്ചാലിയോടും കൂടി വനവാസം ചെയ്ത കാലത്തോ ആണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത്. അതിൻ പ്രകാരം 5100 വർഷത്തോളം പഴക്കം ഇതിനുണ്ട്. പാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടങ്ങളിൽ കൂടി സഞ്ചരിച്ചതായി പറയപ്പെടുന്നതിന് മഹാഭാരതത്തിൽ സൂചനകളുണ്ട്. അപ്പോൾ അനന്തശയന മാഹാത്മ്യത്തിൽ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രാരംഭകാലം വിശ്വസനീയമാവാം. അഗസ്ത്യമുനി ആചാരങ്ങളും ആരാധനാരീതികളും പ്രചരിപ്പിക്കാൻ നേരത്തെ തന്നെ ഈ ദിക്കുകളിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആദ്യകാലത്തുണ്ടായ ക്ഷേത്രങ്ങൾ പിന്നീട് ബുദ്ധ-ജൈന മതങ്ങളുടെ പ്രചാരത്തോടുകൂടി അവഗണിക്കപ്പെട്ട് കാടുകയറി. ആ പശ്ചാത്തലത്തിലാണ് വില്വമംഗലം സ്വാമിയാരെക്കുറിച്ചുള്ള ഐതിഹ്യത്തിന്റെ വിശ്വാസ്യത. അതൊരു പുനരുദ്ധാരണത്തിന്റെ സൂചികയുമാവാം. ക്ഷേത്രത്തിൽ ദേവന്റെ ദൃഷ്ടി പടിഞ്ഞാറോട്ടാണ്. ആദ്യകാലത്ത് ദർശനം കിഴക്കോട്ടായിരുന്നത്രേ. ആ ദിക്കിലുള്ളവർക്ക് അടിക്കടി അനർത്ഥങ്ങളുണ്ടായി. അവർ കൂട്ടപ്രാർത്ഥന നടത്തി. അത് കൈക്കൊണ്ട് ദേവൻ സ്വയം പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഇരിപ്പാവുകയും ചെയ്തു എന്ന ഐതിഹ്യം. ശ്രീവരാഹം ക്ഷേത്രം നായന്മാർക്ക് പ്രാമാണ്യമുണ്ടായിരുന്ന ഊരുസഭയുടെ ഭരണത്തിലായിരുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നു. മതിലിന് കിഴക്കും വടക്കുമുള്ള ഭാഗങ്ങളിലും ധാരാളം നായർ ഭവനങ്ങളുണ്ടായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ശക്തി നശിപ്പിച്ചപ്പോൾ ഇവിടെയും പരിവർത്തനമുണ്ടായി. ഊരുസഭയുടെ അധികാരം നിന്നു. ക്ഷേത്രം രാജനിയന്ത്രണത്തിലായി. കിഴക്കും വടക്കുമുള്ള സ്ഥലങ്ങൾ കൊട്ടാരം വകയായി മാറി. പിന്നീട് രാമയ്യൻ ദളവയുടെ പ്രേരണയിലും പുതിയ അനുകൂല സാഹചര്യങ്ങളിലും ധാരാളം തമിഴ് ബ്രാഹ്മണർ ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. ചിങ്ങത്തിലെ തിരുവോണമാണ് വിഷ്ണുവിന്റെ തിരുനാൾ. മേടത്തിലെ മൂലമാണ് വരാഹ ജയന്തി. ഈ ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ മാസത്തിലെയും തിരുവോണവും മൂലവും വിശേഷ ദിവസങ്ങളാകുന്നു. മീനമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി അത്തത്തിന് ആറാട്ടായി 8 ദിവസത്തെ തിരുവുത്സവമുണ്ട്. കൊടിയേറ്റ് നാളിൽ അത്താഴ ശീവേലി കഴിഞ്ഞും മറ്റു ദിവസങ്ങളിൽ പള്ളിവേട്ട വരെ ഉച്ചയ്ക്കും രാത്രിയിലും ശ്രീഭൂതബലി പതിവാണ്. 2ാം ഉത്സവം മുതൽ പള്ളിവേട്ട വരെ എന്നും നവകവുമുണ്ട്. കിഴക്കേ ഗ്രാമത്തിലാണ് പള്ളിവേട്ട. ആറാട്ടു ദിവസം കാലത്ത് ആറാട്ട് ബലി കഴിഞ്ഞ് ബിംബം ആറാട്ടിനായി എഴുന്നള്ളിക്കും. ശ്രീ പത്മനാഭൻ ശംഖുമുഖത്ത് ആറാട്ടിനു പോകുമ്പോൾ കൂടെ പോയി ആറാടും. ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറും ഗോപുരങ്ങളും ആനക്കൊട്ടിലുമുണ്ട്. കിഴക്കേ ഗോപുരം പണിയിച്ചത് കൊല്ലം 1107 വടക്കേ മതിൽക്കെട്ടിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള നടയിലൂടെയോ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെയോ ചെന്നാൽ നേരെ തിരുനടയിലെത്താവുന്നതാണ്. ശ്രീകോവിലും മുഖമണ്ഡപവും ചെമ്പുമേഞ്ഞതാണ്. പടിഞ്ഞാറോട്ട് ദർശനം ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ വരുന്ന ഒരു ഭക്തന് ഉദയകിരണം അവൻ്റെ അറിവ് അജ്ഞതായത് മാറ്റി അറിവ് ആ കിരണത്തിലൂടെ ലഭിക്കുകയാണ്. ഒപ്പം ഭഗവാന്റെ ദർശനവും അനുഗ്രഹവും. ശ്രീകോവിലിന് വെളിയിൽ കന്നിമൂലയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട്. അകത്തെ ദർശനത്തിനു ശേഷം നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണമായി ചെല്ലുമ്പോൾ വായുകോണിൽ ധാരാളം നാഗപ്രതിഷ്ഠകളുള്ള ആൽത്തറയോട് ചേർന്ന് കിഴക്കുവശത്ത് കിഴക്കോട്ട് ദർശനമായി ഒരു കൊച്ചു കോവിൽ കാണാം. ഇതിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയെയും ശാസ്താവിനെയും സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഏറെ പഴക്കമുള്ള ശിലാവിഗ്രഹങ്ങളാണ് ഇവ. നിറയെ നാഗപ്രതിഷ്ഠകളുള്ള വേറെ ആൽത്തറകളും തിരുമുറ്റത്ത് കാണാവുന്നതാണ്. പഴയ നായർ തറവാടുകൾ വക കാവുകളിൽ നിന്ന് ഓരോ കാലത്തായി സ്ഥലം മാറി വന്നവയായിരിക്കണം ഈ മതിൽക്കകത്തെ നാഗരൊഴിച്ചുള്ള നാഗപ്രതിഷ്ഠകൾ. മംഗലാപുരം നിവാസികളായ കുഞ്ചിത്തായ മനക്കാരാണ് കാരാൺമയായി ശാന്തി നടത്തുന്നത്. നിത്യവും 5 പൂജയും 3 ശീവേലിയുമുണ്ട്. ക്ഷേത്ര സാധാരണങ്ങളായ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്താം. ലക്ഷാർച്ചനയാണ് മുഖ്യ വഴിപാട്. ഇതിനോടൊപ്പം ഗരുഡൻ എഴുന്നള്ളിപ്പും നടത്തിക്കാറുണ്ട്. തീർത്ഥകുളത്തിന്റെ നടുക്കുള്ള തെപ്പം ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് പണിയിച്ചതാണ്. രാജവാഴ്ച അവസാനിച്ചതിനു ശേഷം ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലായി. കേരളത്തിൽ ലക്ഷ്മി വരാഹ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ
ശ്രീവരാഹം ലക്ഷ്മീവരാഹം ക്ഷേത്രം പഴമ കൊണ്ടും കേരളത്തിൽ ഒന്നാമത് തന്നെ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മോക്ഷദായകമായ ദർശന സൗഭാഗ്യം നുകർന്ന ജന്മപാപങ്ങളെ കഴുകിക്കളയാൻ ഈ ദേവസ്ഥാനത്തെ ദർശനം പര്യാപ്തമാകുന്നു. തീർത്ഥസ്നാനം കൊണ്ട് പാപങ്ങളെ കഴുകിക്കളയാം എന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ വെറുതെ സ്നാനം ചെയ്യുന്നതിൽ കാര്യമില്ല. മനസ്സിലെ വിദ്വേഷവും പകയുമൊക്കെ മാറ്റി കരുണയും ഭക്തിയും ജ്ഞാനവും നേടിയാൽ ഈശ്വര കൃപയുണ്ടാകും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.